കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയ വിഷയം ഇതാണ്: പെർസ്യൂട്ട് ഓഫ് സം ഗിഫ്റ്റ്സ് ക്രിയേറ്റഡ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സിൻഫുൾ ഇൻഡിപെൻഡൻസ് ബിറ്റ്വീൻ മെമ്പേഴ്സ്. 1 കൊരിന്ത്യർ 12:21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ചില വ്യക്തികൾ ചില കൃപാവരങ്ങളെ കൂടുതലായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് ലഭിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പിന്നെ കണ്ണിൻ്റെ ദൃഷ്ടി കാണാൻ പാടില്ല, അല്ലെങ്കിൽ അവരെന്നേക്കാൾ പ്രാധാന്യമുള്ളവരല്ല, എൻ്റെ ഒപ്പം ഉള്ളവരല്ല എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം, എനിക്ക് ഈ കൃപാവരമില്ല, അതുകൊണ്ട് എന്നെ കൊണ്ടൊരു പ്രയോജനമില്ല. അതൊരു വശമാണെങ്കിൽ, എനിക്ക് കൃപാവരമുണ്ട്, അതുകൊണ്ട് എനിക്ക് മറ്റവനെ വേണ്ട. അതാണ് രണ്ടാമത്തെ വശം. എന്നാൽ പൗലോസ് ചില സിദ്ധാന്തങ്ങൾ ഈ ഭാഗത്ത് നിന്ന് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട്, ബലഹീനം എന്ന് നമ്മൾക്ക് തോന്നുന്ന ചില ഭാഗങ്ങൾ അവിഭാജ്യ ഘടകങ്ങളാണ്. കുറഞ്ഞ മാനമുണ്ടെന്ന് നമ്മൾക്ക് വിചാരമുള്ള ചില ഭാഗങ്ങൾ അതിന് അധികം മാനമുണ്ട്. പിന്നെ മൂന്നാമതായിട്ട് പൗലോസ് പറയുന്ന കാര്യം, അവതരിപ്പിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയാത്ത ഭാഗങ്ങൾക്ക് നമ്മൾ കൂടുതൽ മോഡസ്റ്റി അല്ലെങ്കിൽ അതിന് കൂടുതൽ സൂക്ഷ്മതയോടെയാണ് നമ്മൾ ഇടപെടുന്നത്. മറ്റ് ഭാഗങ്ങൾക്കൊന്നും അത്ര സൂക്ഷ്മത വേണ്ട. അപ്പോൾ മറ്റുള്ളവരെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കൃപാവരത്തിൽ അഹങ്കാരമുള്ള ചില വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അനേകം കൃപാവരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു ജനക്കൂട്ടത്തെയാണ് താൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു സമൂഹത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും അധികം ആരും ആഗ്രഹിക്കാത്ത കൃപാവരങ്ങളുള്ള ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ദൈവത്തിൻ്റെ വിഭാവനയിലുള്ളത്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ അധികം മാനം കൊടുക്കുന്നത്? ഈ ശരീരത്തിൽ ഭിന്നിപ്പ് ഉണ്ടാവാതിരിക്കാനാണ്. that there might be no division. Rather, the members of the body may have the same care for one another. ഒരേ ശരീരത്തിലുള്ള പല അംഗങ്ങൾക്കും അന്യോന്യം കരുതലും കാരുണ്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അധികമാനം നമുക്ക് മാനമില്ലാന്ന് തോന്നുന്ന കൃപാവരങ്ങൾക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള നമ്മളുടെ ലെസൺ എന്താണെന്ന് ചോദിച്ചാൽ, മൈ കൺസേൺ ഓർ കെയർ ഫോർ എ ഫെലോ ബിലീവർ must not be based on the presence or absence of a personal favorite spiritual gift. എനിക്കിഷ്ടമുള്ള ഒരു കൃപാവരം ഒരു വ്യക്തിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല എനിക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹവും കരുതലും ഉണ്ടാവേണ്ടത്. ഞാനും നിങ്ങളും ഒരേ ശരീരത്തിൻ്റെ പല അംഗങ്ങളുമാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അന്യോന്യം കരുതൽ വേണ്ടത്. കൈനെ മാത്രമല്ല സ്നേഹിക്കുന്നത്, കൈ മുഖത്തെയും സ്നേഹിക്കും. അതുകൊണ്ടാണല്ലോ കൈ കൊണ്ട് നമ്മൾ മുഖം കഴുകുന്നത്. കോംപ്ലിമെൻറ്റിങ് വൺ അനദർ വിത്ത് ദ ഡൈവേഴ്സ് ഗിഫ്റ്റ്സ് ദാറ്റ് വി ഹാവ് ആൻഡ് ഐ ഹാവ്, വി ഹാവ് ആൻഡ് യു ഹാവ്. നമുക്കും എനിക്കുമുള്ള കൃപാവരങ്ങളെ ഉപയോഗിച്ച് അന്യോന്യം വളർത്തുക, അഭിവൃദ്ധി കൊണ്ടുവരിക. ഒരു വചനം പഠിപ്പിക്കുന്ന ഒരു ആളെന്ന നിലയിൽ എനിക്കൊരിക്കലും പറയാൻ സാധിക്കത്തില്ല എനിക്ക് വേറെ ആരെയും അത്ര പരിഗണന വേണ്ടെന്ന്, അല്ലെങ്കിൽ എനിക്ക് ആരുടെയും വലിയ സൗഹൃദം വേണ്ടെന്ന്. കാരണം അവരില്ലെങ്കിൽ പോലും ഞാൻ ആരെ പഠിപ്പിക്കും? അതല്ലേ ശരി. ഞാനൊരു സഭയിലെ മൂപ്പരാണെങ്കിൽ ഞാൻ എന്നെപ്പറ്റി ഒരു അമാനുഷികനാണെന്നുള്ള ഒരു പരിവേഷം എനിക്ക് തന്നെ കൊടുക്കാൻ പാടില്ല. കാരണം നയിക്കാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ എന്ത് മൂപ്പൻ സ്ഥാനമാണുള്ളത്? മൂപ്പൻ എന്നുള്ള സ്ഥാനം വേണമെങ്കിൽ അതിന് നയിക്കപ്പെടാൻ ആൾക്കാർ വേണം. യു നീഡ് സംബഡി ടു ബി ലെഡ്. ഓക്കെ, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന നിലയിൽ സഭ അംഗങ്ങൾ തമ്മിൽ നമ്മൾ വിവേചനം നടത്താറുണ്ടോ? ഡു യു ലവ് സം പീപ്പിൾ മോർ ദൻ അതേഴ്സ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ക്രൈറ്റീരിയസ്? ബാഹ്യമായ മാനദണ്ഡങ്ങളെ ഉപയോഗിച്ച് നിങ്ങൾ ചില വ്യക്തികളെ മറ്റുള്ളവരെക്കാൾ സ്നേഹിക്കാറുണ്ടോ? ഇപ്പോൾ ചില സ്ഥലം സഭകളിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കർത്തൃമേശ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർ ആരോടാണ് കൂടുതൽ സംസാരിക്കാറ്? ചെറുപ്പക്കാരോട്. ശരിയല്ലേ അത്?
അത് ചെയ്യുന്നത് ശരിയാവണം. ഒരേ അപ്പത്തിൽ നിന്ന് എല്ലാവരും പങ്കെടുത്തിട്ട് കൂട്ടായ്മ ചെറുപ്പക്കാരോട് മാത്രം, അത് ഇവിടുത്തെ മര്യാദയാണ്. അല്ലെങ്കിൽ നല്ലോണം പണമുള്ള ആൾക്കാരോട് മാത്രം നല്ല രീതിയിൽ കൈ കൊടുക്കും, അല്ലാത്തവരോടോ വെറുതെ തൊട്ട് തലോടുന്ന പോലെ ഒരു പേരിനൊരു കൈ കൊടുക്കും. അത് പലപ്പോഴും നമ്മളുടെ സമൂഹങ്ങളിൽ നടക്കാറുണ്ട്. ഇതാണോ നമ്മളുടെയും ഒരു ബിഹേവിയർ? ഓർ ഡു യു എക്സിബിറ്റ് ഫെലോഷിപ്പ് ബേസ്ഡ് ഓൺ യുവർ സ്റ്റാറ്റസ് ആസ് മെമ്പേഴ്സ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങൾ എന്ന നിലയിൽ ആണോ നമ്മളുടെ ഗ്രീറ്റിംഗ്സ് നമ്മൾ കൊടുക്കുന്നത്? അപ്പോൾ ഇവിടെ ഒരു ലെസൺ ഉള്ളത്, ടു ദോസ് ഹു ട്രൈ ടു ബി സിൻഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ. എനിക്ക് മറ്റ് ആൾക്കാരെ വേണ്ട, എനിക്ക് തന്നെ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, God has brought us together to be one body. ദൈവം നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഒരു ശരീരമാകാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദിസ് ഇസ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വെയർ വൺ ഇസ് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. എല്ലാവരും ഒരാൾക്ക് വേണ്ടിയിട്ടും ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ബന്ധമാണ് ദൈവസഭയിൽ ഉണ്ടാകുന്നത്. ഒരു അംഗത്തിന് കഷ്ടം സംഭവിച്ചാൽ ആ സഭ മുഴുവനും കഷ്ടം സഹിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 ടയറുള്ള വണ്ടിയുടെ ഒരു ടയറിൻ്റെ കാറ്റ് പോയി, അപ്പോൾ ബാക്കി 3 പോണെങ്കിൽ പോട്ടെ, ഞങ്ങൾ 3 പേരും സുഖമായിട്ട് പോകുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുമോ വണ്ടി? ഇല്ല, ആ വണ്ടിയുടെ വേഗതയെ അത് ബാധിക്കും. എന്നതുപോലെ ഒരു വ്യക്തിക്ക് മാനം കിട്ടുമ്പോൾ എല്ലാവരും ഒരുപോലെ അതിൽ സന്തോഷിക്കുന്നുണ്ട്. വി വർ നെവർ മെന്റ് ടു ബി ആൻ ഐലൻഡ്. ഒരു ദ്വീപാകാനല്ല ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് 1 കൊരിന്ത്യർ 12 പരാമർശിക്കപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. ഇനിയും 1 കൊരിന്ത്യർ 13 നമ്മൾ കാണുന്ന വിഷയം യൂസിങ് ഗിഫ്റ്റ്സ് വിത്തൗട്ട് ലവ്. കൃപാവരങ്ങളെ സ്നേഹമില്ലാതെ ഉപയോഗിക്കുന്ന കാര്യത്തെ പറ്റിയാണ് ഈ അധ്യായം മുഴുവൻ നമ്മൾ കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും ഈ 13ാമത്തെ അധ്യായം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സന്ദർഭം ഏതാണെന്നറിയാമോ? പ്രത്യേകിച്ച് 13-4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സന്ദർഭം ഒരു വിവാഹ ശുശ്രൂഷയാണ്. ലവ് ഇസ് പേഷ്യൻ്റ്, ലവ് ഇസ് കൈൻഡ് എന്ന് പറഞ്ഞിങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞുള്ള വിവരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു വിവാഹ വേദിയിലാണ് ഇത് കേൾക്കുന്നത്. അത് പറയുന്നത് തെറ്റൊന്നുമല്ല, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 13ാമത്തെ അധ്യായം വരുന്നത് 12-ൻ്റെയും 14-ൻ്റെയും ഇടയ്ക്കല്ലേ. അപ്പോൾ പൗലോസ് ഇതൊരു വിവാഹവേദിയിലേക്ക് എഴുതി വെച്ചതല്ല. 12-ലും കൃപാവരങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്, 14-ലും കൃപാവരങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ 13-ഉം കൃപാവരങ്ങളെ പറ്റിയാണ്. അപ്പോൾ സ്നേഹം എന്നുള്ളത് ഈ വിഷയത്തിൽ കൃപാവരങ്ങളുടെ വെളിച്ചത്തിൽ വേണം ഇതിനെ കാണാൻ. പൗലോസ് ഇവിടെ ഈ അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതാണ്. Paul does say that the Corinthians can desire the higher gifts. 14ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കുന്നതിൽ തെറ്റില്ല. But it should not be at the cost of looking down on the wisdom behind the allocation that God made. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിക്കാമെന്ന് പറയുമ്പോൾ അത് ദൈവം ആക്കി വെച്ച ആ ഒരു സിസ്റ്റത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ടാവരുത്. യു ക്യാൻ ഡിസൈർ ടു ബി എൻ എൽഡർ. സഹോദരന്മാരിൽ ആർക്കെങ്കിലും ഒരു മൂപ്പനാകാൻ ആഗ്രഹിക്കാം. ബട്ട് ഇഫ് യു ഡോണ്ട് സീ തിങ്സ് മൂവിങ് ഇൻ ദ ഡയറക്ഷൻ, ബി അറ്റ് പീസ് വിത്ത് ഇറ്റ് ആൻഡ് ഓൾസോ വിത്ത് ദോസ് ഹു ഹാവ് ബീൻ ഇൻട്രസ്റ്റഡ് ബൈ ഗോഡ് ടു ഡു ഇറ്റ്. നിങ്ങൾക്കൊരു മൂപ്പനാകാൻ ആഗ്രഹിക്കാം, പക്ഷേ ദൈവം നിങ്ങളെ ആ വഴിക്കല്ല നടത്തുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യമായാൽ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാതെ അതിൽ ശാന്തരാകാൻ ശ്രമിക്കണം. അതുമാത്രമല്ല, ദൈവം അതിനായിട്ട് വിളിച്ച ആൾക്കാരെ പെറുപുറപ്പോടെ നോക്കാതെ അവരെ ഓർത്തും നിങ്ങൾ ശാന്തത പാലിക്കണം. പലപ്പോഴും പല സഭകളിലും അതാണ് നടക്കാത്തത്. എനിക്ക് കിട്ടാത്തത് അയാൾക്കും കിട്ടണ്ട. പല സ്ഥലങ്ങളിലും ഭിന്നിപ്പിന് കാരണം ഇതാണ്. Now assuming you have the gift that you desire, ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കൃപാവരം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ദർ ഇസ് എൻ എക്സലൻറ്റ് വേ. ഈ 12-ൻ്റെ 31 അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഐ വിൽ യെറ്റ് ഷോ യു എ മോർ എക്സലൻറ്റ് വേ. അതൊന്ന് വായിക്കാം, മലയാളത്തിൽ നിന്ന് വായിക്കാം.
12-ന്റെ 31-ന്റെ അവസാനത്തെ 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കുമ്പോൾ അത് വാഞ്ചിക്കാനുള്ള അതിശ്രേഷ്ഠമായ വഴിയെ കാണിച്ചു തരാം. എന്താണ് ആ വഴി? ദ യൂസ് ഓഫ് ഗിഫ്റ്റ്സ് വിത്ത് ലവ്. സ്നേഹത്തോടെയുള്ള കൃപാവരങ്ങളുടെ ഉപയോഗം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് 13-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ we see the futility of spiritual gifts without love. സ്നേഹമില്ലാതെ കൃപാവരങ്ങൾ ഉപയോഗിച്ചാലുണ്ടാവുന്ന പൊള്ളത്തരം അല്ലെങ്കിൽ ഉപയോഗശൂന്യത, അതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വായിച്ചോ. മതി. 2-ാമത്തെ വാക്യം നമുക്ക് ക്രമേണ വായിക്കാം. 1-ാമത്തെ വാക്യത്തിൽ കൊരിന്ത്യ വിശ്വാസികൾക്ക് അന്യഭാഷ ഉണ്ടാകുകയും എന്നാൽ സ്നേഹമില്ലാതെയും ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? ദിസ് ഈസ് എ ജെനുവിൻ ആൻഡ് സെൽഫ്ലെസ് കൺസേൺ ഫോർ ദ വെൽബീയിങ് ഓഫ് അതേഴ്സ്. സ്നേഹം എന്നിവിടെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ നന്മയെ പറ്റിയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ല അവസ്ഥയെ ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം, അതാണ് ഇവിടെ സ്നേഹമെന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളില്ല എന്നിരിക്കെ അന്യഭാഷകളുണ്ടായാൽ എന്തായിരിക്കും? മുഴങ്ങുന്ന ചേങ്കിലെയും ചെമ്പും ചിലമ്പുന്ന കൈത്താളം മാത്രമേ. കൊരിന്ത്യ സമൂഹത്തിൽ വീഞ്ഞിൻ്റെ ദേവനായ ഡയോണീഷ്യസിനെ ആരാധിക്കാൻ ആൾക്കാർ സിംബൽസ് ഉപയോഗിച്ചിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഒരു കാര്യം എഴുത്തുകാർക്ക് അല്ലെങ്കിൽ എഴുതുമ്പോൾ വായനക്കാർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് താൻ എഴുതുന്നത്. നമ്മുടെ സമൂഹത്തിൽ തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഈ ചേങ്കിലയും കൈത്താളവും കൂടുതൽ നമ്മൾ കേൾക്കുന്നുള്ളൂ, നമ്മളുടെ ഈ ഒരു കൾച്ചറിൽ. എന്നാൽ പൗലോസ് ഇത് കൊരിന്ത്യ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ അവരുടെ സമൂഹത്തിൽ അവർ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഡയോണീഷ്യസ് എന്ന് പറയുന്ന ഒരു ദേവനെ ആരാധിക്കുമ്പോൾ കൊരിന്ത്യയിലെ ആൾക്കാർ, അവിശ്വാസികൾ, ഈ ചെമ്പും കൈത്താളവും എല്ലാം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്, ഈ ഒരു ചേങ്കിലയും കൈത്താളവും എല്ലാം ഉപയോഗിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് വിത്തൗട്ട് ലവ്, യൂസിങ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് വിത്തൗട്ട് ലവ് മേക്സ് ദ കൊരിന്ത്യൻ വർഷിപ്പ് നോ ഡിഫറെൻറ്റ് ഫ്രം ദ പേഗൻസ്. എന്ന് വെച്ചാൽ കൊരിന്ത്യയിലെ വിശ്വാസികൾ സ്നേഹമില്ലാതെ കൃപാവരം ഉപയോഗിക്കുന്നതും അന്യമതസ്ഥർ ആരാധിക്കുന്നതും ഒരുപോലെ. രണ്ടും ഫലത്തിലൊന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ സ്നേഹമില്ലാതെ നമ്മളിവിടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിശ്വാസികളുടെ ആരാധനയ്ക്ക് സമമായിട്ട് തന്നെയാണ് അത് ആകുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കണം എത്രത്തോളം പൊള്ളത്തരമാണ് സ്നേഹമില്ലാത്ത ഒരു സമൂഹത്തിൽ ഉള്ളതെന്നുള്ളത്. എല്ലാ കൃപാവരങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒന്നും പ്രയോജനമില്ല. കാണേണ്ടത് എന്തായിരുന്നു? സ്നേഹമായിരുന്നു. പക്ഷേ at this point the believers are behaving like unbelievers. ഈ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ അവിശ്വാസികളെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇവരെ 3-ാമത്തെ അധ്യായത്തിൽ ജഡീകർ എന്ന് വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവസഭയിൽ 3 ടൈപ്പ് ആൾക്കാരില്ല. നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്: പ്രാകൃതർ, ജഡീകർ, ആത്മീകർ. നാച്ചുറൽ മാൻ, കാർണൽ മാൻ, സ്പിരിച്വൽ മാൻ. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ ദൈവത്തിൻ്റെ കൂടെ ഉള്ളവരും കൂടെ അല്ലാത്തവരും മാത്രമേ ഉള്ളൂ. അല്ലാതെ നടുക്ക് കൂടെയുമല്ല അല്ലാതെയുമല്ല എന്നുള്ള ഗണത്തിൽ ആരുമില്ല. മനസ്സിലായോ? ജഡീകർ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ദൈവം എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ വിശ്വാസികൾ ചില സമയത്ത് ലോകത്തെ പോലെ പെരുമാറും. അതിനെ ജഡ സ്വഭാവം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് നോട്ട് സപ്പോസ് ടു ബി കണ്ടിന്യൂഡ്. അത് തുടരാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു പിന്മാറ്റ അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. ഒന്നെങ്കിൽ നാം ദൈവത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ അല്ലാതെ.
അല്ലാതെ പേരുകൊണ്ട് വിശ്വാസിയാണ്, പക്ഷേ പ്രവൃത്തികൾ മുഴുവൻ പുറത്തുള്ളവരുടെ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഇടയിലില്ല. അത് വചനം അനുശാസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സ്വഭാവം തുടരരുത് എന്ന് പറയാനായിട്ടാണ് പൗലോസ് ഇവിടെ ഈ കാര്യം പറയുന്നത്. നിങ്ങൾ അന്യഭാഷയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ സ്നേഹമില്ലാതെ അന്യഭാഷ കിട്ടിയാലും നിങ്ങളും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല, ദൈവവും കാണുന്നില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ വാക്യം വായിക്കാം. യെസ്, അപ്പോൾ മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പ്രവചനപരങ്ങൾ കിട്ടിയാലും, എല്ലാ മർമ്മങ്ങളും മനസ്സിലാക്കിയാലും, എല്ലാ ജ്ഞാനവും കിട്ടിയാലും, വിശ്വാസം ഉണ്ടായാലും, മലകളെ മാറ്റുവാനുള്ള വിശ്വാസം ഉണ്ടായാലും, സ്നേഹമില്ലെങ്കിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് യാതൊരു മീനിങ്ങുമില്ല, അർത്ഥവും ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ വാക്യത്തിൽ വായിച്ചേ. യെസ്, അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ സ്വന്തം ബലി അർപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്, സെൽഫ് സാക്രിഫൈസ്. മത്തായി സുവിശേഷം 19:21 യേശു ആ ധനവാനായ ചെറുപ്പക്കാരനായ ആ പ്രമാണിയോട് എല്ലാം കൊടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കാം എന്ന് അവനോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആദ്യ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യത്തെ ചില അധ്യായങ്ങളിൽ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ അവരെല്ലാം ഈ ധനസമ്പത്തെല്ലാം വിറ്റ് അതിൻ്റെ പണമെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിൽ വെച്ചപ്പോൾ അതിൽ സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത് ചെയ്തിട്ടും സ്നേഹമില്ലെങ്കിൽ അതിന് ഒരു പ്രയോജനമില്ല. ഇനി സ്വന്തം ശരീരം ചുടുവാൻ കൊടുത്താലും എന്ന് പറയുമ്പോൾ രക്തസാക്ഷിയാകുക, നമ്മളുടെ തന്നെ ശരീരം കൊടുത്ത് ഒരു ബലിയായിട്ട്, ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ബലിയായി കൊടുക്കുക. മനുഷ്യരുടെ കണ്ണിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അൾട്ടിമേറ്റ് സാക്രിഫൈസ് ആണിത്. പക്ഷെ അതും സ്നേഹമില്ലാതെയും ചെയ്യാം, അതും സാധ്യമാണ്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സ്നേഹമില്ലാതെയും ചെയ്യാമെന്നുള്ള ഒരു ദുഃഖ സത്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. So if all these acts are devoid of love, it means nothing. ഇത് അർത്ഥശൂന്യമാണ്. Is it a possibility to show this use of spiritual gifts without love? സ്നേഹമില്ലാതെ ഈ കൃപാവരങ്ങളെല്ലാം ഉപയോഗിക്കാനുള്ള സാധ്യതകൾ നമുക്കിടയിലുണ്ടോ? വെരി മച്ച്, ഒരുപാട് സാധ്യതകൾ നമുക്കിടയിലുണ്ട്. സോ ഇവിടെ ഉള്ള ഒരു ലെസൺ ഇതാണ്: യുവർ പെർഫോമൻസ് ആൻഡ് യൂസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഇൻ എ ചർച്ച് without love is the same as the worship of those who do not have a relationship with God. കൃപാവരങ്ങൾ സഭയിൽ സ്നേഹമില്ലാതെ ഉപയോഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ദൈവത്തോട് ബന്ധമില്ലാത്ത വ്യക്തിയുടെ ആരാധന പോലെയാണ്. അത് അത്രയ്ക്കും ഗൗരവമുള്ളൊരു കാര്യമാണ്. യു ആർ നോട്ട് ഗ്ലോറിഫൈങ് ഗോഡ്. സ്നേഹമില്ലാതെ ഒരു കൃപാവരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കണം. എത്ര പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇറ്റ് ഈസ് എ ഫ്യൂട്ടൈൽ എക്സസൈസ്. ഇത് വ്യർത്ഥമായിട്ടുള്ള ഒരു ക്രിയയാണ്. ഡു യു കെയർ അബൌട്ട് ഹൗ ഗോഡ് ഇസ് കൺസേൺഡ് അബൌട്ട് ദ ലാക്ക് ഓഫ് ലവ് ഇൻ ദ യൂസ് ഓഫ് ഗിഫ്റ്റ്സ് ദാറ്റ് ഹി ഗേവ്? താൻ തന്നെ തന്ന കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ സ്നേഹമില്ല എന്നുള്ള കാര്യം ദൈവം കാണുമ്പോൾ അതിനോട് ദൈവം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ സ്നേഹമില്ലാത്ത ഒരു ഉപയോഗം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ ദൈവം പ്രസാദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ പോലും ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ പ്രവൃത്തി നിർത്തുന്നുണ്ടോ നമ്മൾ? ഡു യു സ്റ്റോപ്പ് ഓൾ ഓഫ് ദോസ് സോ കോൾഡ് മിനിസ്ട്രീസ്? അതിങ്ങനെ മെഷീൻ പോലെ യാന്ത്രികമായിട്ട് ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. If you don't stop it, if you don't repent of your acts of faith that are devoid of love, God will come and remove all the activities that we do. നമ്മൾ നിർത്തിയില്ലെങ്കിൽ, ഈ കാര്യത്തെ ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ദൈവം ഒരു ദിവസം വന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും നിർത്തും. ദൈവം തന്നെ നിർത്തും.
ഒരുപക്ഷെ നമ്മളുടെ സഭാ സാക്ഷ്യം വരെ ഇവിടുന്ന് നീക്കി കളഞ്ഞെന്നും വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എഫെസ്യർക്ക് എഴുതിയ ഒരു കത്ത് വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മൾ എന്താണ് കാണുന്നത്? പ്രത്യേകിച്ച് അവസാന ഭാഗങ്ങളിൽ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്നേഹം 4-5 വായിച്ചേ. ഓക്കെ, ഈ സഭയിൽ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ അധ്വാനങ്ങളും പരിശ്രമങ്ങളും സ്ഥിരതയും പിന്നെ ദുഷ്ടന്മാരെ ടോളറേറ്റ് ചെയ്യാത്ത അപ്പോസ്തലന്മാരെന്ന് പറയുകയും അവരെ ചോദന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഫെസ്യ ലേഖനം എഴുതിയപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു ഗുണം ഏതാണ്ട് ഒരു 30 വർഷത്തിന് ശേഷം അതില്ല. മനസ്സിലാക്കണമെങ്കിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം, ഇതിൻ്റെ എല്ലാം കണക്ഷൻസ് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത് കേട്ടോ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മതി. അപ്പോൾ ഇവർക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ AD 62-63 കാലഘട്ടത്തിൽ എഴുതുമ്പോൾ ഈ വിശ്വാസികൾക്ക് സ്നേഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു 30 വർഷത്തിനപ്പുറം ഒരു AD 90-95 ആയപ്പോഴത്തേക്കും എന്തായി? ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, സ്നേഹം മാത്രമല്ല, ആദ്യ സ്നേഹത്തിൽ നിന്നും അവർ പിന്മാറി. അപ്പോൾ യാന്ത്രികമായിട്ടൊരു സഭയ്ക്ക് എല്ലാ പ്രവർത്തനങ്ങളും പ്രസംഗങ്ങളും എല്ലാ സൂക്ഷ്മതയും എല്ലാം നിലനിർത്താം. പക്ഷേ അതിൽ സ്നേഹം ഉണ്ടാവണമെന്നില്ല. അതൊരു ഗൗരവപരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കർത്താവ് ഇവരോട് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ എവിടുന്ന് വീണു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. മാനസാന്തരപ്പെട്ട് ആദ്യം ചെയ്ത കാര്യങ്ങൾ പിന്നെയും ചെയ്യണം. ആദ്യം ചെയ്ത കാര്യങ്ങൾ ബാഹ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അന്ന് സ്നേഹം ഉണ്ടായിരുന്നു, ഇന്ന് സ്നേഹമില്ല. ചെയ്തില്ലെങ്കിൽ ഞാൻ വരും, ഈ നിലവിളക്കിനെ ഞാൻ ഈ സ്ഥലത്ത് നിന്നും നീക്കി മാറ്റും. എന്ന് വെച്ചാൽ ഇന്ന് എഫെസ്യ സഭ അതുപോലെ തന്നെ ഉണ്ടോ ഈ ലോകത്ത്? ഇല്ല. ദൈവം അതും ചെയ്യും. അതൊരു വാർണിംഗ് ആണ്, ഇതൊരു താക്കീതാണ്. സ്നേഹമില്ലാതെ ഒരു സ്ഥലം സഭയ്ക്ക് മുന്നോട്ട് പോവാം, പക്ഷെ അധികം നാൾ പോകത്തില്ല. ഒരു ദിവസം അത് ഭൂമിയിൽ നിന്ന് അങ്ങ് ഇല്ലാതാക്കും ദൈവം. അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണ്, അപകടം പിടിച്ചൊരു കാര്യമാണ് നമ്മളിവിടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതിനെ ചെറുതായിട്ട് കാണുകയും ചെയ്യരുത്. ഞാൻ പറയാം, നമ്മുടെ സമൂഹം ഇനി ഈ ഒരു പാതയിൽ കൂടെ പോവുകയാണെങ്കിൽ കേരളത്തിൽ ബ്രദറൻ സമൂഹം എന്നുള്ളത് അത് നാമാവിശേഷമാകും. അത് എന്നാണെന്നൊന്നും എനിക്ക് പറയാൻ ഒക്കത്തില്ല, പക്ഷെ അത് അധികം നാളൊന്നും നീണ്ടു നിൽക്കത്തില്ല. ഈ കാണുന്ന ഭിന്നിപ്പും ഈ കാണുന്ന സ്വരച്ചേർച്ചയില്ലായ്മയും തമ്മിലുള്ള ഹൃദയംഗമായിട്ടുള്ള സ്നേഹമില്ലാത്ത ഈ ഒരു പോക്ക്, ഇത് നല്ലതിനല്ല. ഇറ്റ്സ് നോട്ട് ഫോർ ദ ഗുഡ്. അത് വളരെ വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ദിസ് ഇസ് ദ ബേസിക്. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ഇനി തിരികെ വന്ന് നമുക്ക് 1 കൊരിന്ത്യർ 13 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ആ ഭാഗങ്ങളിൽ ഓരോന്നായിട്ട് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ നമുക്കത് നോക്കാം. നമുക്ക് 4-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ പോർഷൻ, ലവ് ഇസ് പേഷ്യന്റ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. പേഷ്യൻസ് റെഫേഴ്സ് ടു ദി അബിലിറ്റി ടു സ്റ്റാൻഡ് അണ്ടർ സിവിയർ പെയിൻ വിതൗട്ട് ക്രംബിളിംഗ്. ദീർഘമായിട്ട് ക്ഷമിക്കുന്നു എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതാണ്: അധികമായിട്ടുള്ള വേദനയിൽ വീണുപോകാതിരിക്കത്തക്കവണ്ണം
നിൽക്കാൻ പറ്റുന്ന കഴിവിനെയാണ് ദീർഘക്ഷമ, പേഷ്യൻസ് എന്ന് പറയുന്നത്. The one who uses spiritual gifts must exercise immense patience towards fellow believers. കൃപാവരങ്ങളെ ഉപയോഗിക്കുന്ന ഏത് വ്യക്തിയും സഹവിശ്വാസികളോട് ദീർഘമായിട്ടുള്ള ക്ഷമ കാണിക്കണം. See, it is very easy to retaliate and vent out frustrations, be angry, verbally shout at others, etc. Especially when someone openly says that they don't need you. പ്രത്യേകിച്ച് മറ്റുള്ളവർ നമ്മളോട് നിങ്ങളെ വേണ്ട എന്ന് പറയുമ്പോൾ, തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഭാവിക്കുമ്പോൾ അവരോട് പ്രതികാരം ചെയ്യാനും അവരുടെ മേൽ നമ്മളെ എല്ലാ ദേഷ്യവും തീർക്കാനും കോപിക്കുവാനും വാക്കുകൊണ്ട് അവരെ വേദനിപ്പിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ഓൾസോ വെൻ സംബഡി ഡസൻറ്റ് സീ അവർ വർത്ത് ഇൻ ജീസസ്, യേശുവിൽ നമ്മളുടെ മൂല്യത്തെ കാണാൻ ശ്രമിക്കാത്ത ഒരു വ്യക്തി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അത് നമുക്ക് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് ഈസി and it takes a loving heart to bear all the pain that others caused us. മറ്റുള്ളവർ നമുക്ക് ഉണ്ടാക്കിയ വേദനയെ സഹിക്കുവാനും അതിനെ ടോളറേറ്റ് ചെയ്യുവാനും നമുക്ക് വേണ്ടത് ഒരു സ്നേഹമുള്ള ഹൃദയമാണ്. It takes a loving heart to analyze the damage caused by such outbursts from us to the body of Christ and bear the pain caused to us. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും നമുക്ക് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുവാനൊരു സ്നേഹമുള്ളൊരു ഹൃദയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇറ്റ് ടേക്സ് പേഷ്യൻസ് ടു ഡീൽ വിത്ത് സച്ച് പീപ്പിൾ. ഇങ്ങനെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയ ആൾക്കാരുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താലും അംഗീകരിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരോട് ഇടപെടുമ്പോൾ വളരെയധികം ദീർഘക്ഷമ ആവശ്യമുണ്ട് നമുക്ക്. ടോക്കിംഗ് ടു ദം ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് വേർ ദേ ഹാവ് ഗോൺ റോങ്. ഓക്കെ, അവരോട് നമ്മൾ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നതും സാവകാശം കണ്ടെത്തുന്നതും അവരെവിടെ തെറ്റിപ്പോയി എന്നുള്ളത് അവരെ മനസ്സിലാക്കിക്കാനുള്ള ഈ പ്രയത്നം, അതിന് ദീർഘക്ഷമ വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സെറ്റ് ഓഫ് വേഴ്സസ് ഇത് നമുക്ക് മറ്റ് സന്ദർഭങ്ങളിലും ഉപയോഗിക്കാം. പക്ഷെ പ്രാഥമികമായിട്ട് ഇത് എഴുതിയതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മളിതിനെ ആദ്യം മനസ്സിലാക്കാൻ. ദീർഘക്ഷമ കാണിച്ചു. ഇനി അടുത്തത് എന്തുവാ? ലവ് ഇസ് കൈൻഡ്. അടുത്ത വാക്യം എന്തുവാ? ദയ കാണിക്കുകയും ചെയ്യുന്നു. ദീർഘക്ഷമ കഴിഞ്ഞിട്ടുള്ള അടുത്ത വാക്കല്ലേ അത്? ഓക്കെ, ലവ് ഇസ് കൈൻഡ്. കൈൻഡ്നെസ് റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ ഓഫ് ദ പേഴ്സൺ ഇൻവോൾവ്ഡ് ആൻഡ് റെസ്പോണ്ടിങ് അക്കോർഡിംഗ്ലി. ദയ കാണിക്കുക എന്നുള്ള ഈ വാക്കിൻ്റെ ഇവിടുത്തെ അർത്ഥം ഇതാണ്: മറ്റുള്ളവർ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അപ്രകാരം പ്രതികരിക്കുക എന്നുള്ളത്. A preacher devoid of love may interpret a passage rightly and make a great message to make fun of someone who is guilty of a particular sin and is grumbling over it. അതായത് ഒരു പാപത്തിൽ വീണു പോയ ഒരു വ്യക്തി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു, ആ പാപത്തിൽ അവൻ തകർന്നിരിക്കുകയാണ്. ആ തകർന്നിരിക്കുന്ന ആളെ കളിയാക്കാൻ വേണ്ടിയിട്ട് വചനത്തിൽ വളരെ അറിവുള്ളൊരാൾ വചനം ശരിക്കും വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനം അദ്ദേഹത്തെ കളിയാക്കുവാൻ ഉപയോഗിക്കും. മനസ്സിലാവുന്നുണ്ടോ സാഹചര്യം? സ്നേഹമില്ലാത്ത ഒരാൾ ഇതാണ് ചെയ്യുന്നത്. വചന വ്യാഖ്യാനം എല്ലാം കറക്റ്റാണ്, അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഉപയോഗിക്കുന്നത് മുഴുവൻ മറ്റുള്ളവരെ കുത്താനാണ്. ഓൺ ദ അതർ ഹാൻഡ്, എ preacher who does it out of love will personally go and shepherd the person who is sorrowful over what he or she has done and will guide them into the right path. സ്നേഹമുള്ള ഒരു വ്യക്തി, സ്നേഹമുള്ള ഒരു പ്രാസംഗികൻ, അദ്ദേഹം എന്താ ചെയ്യുന്നത്? എല്ലാവരുടെ മുമ്പ് വെച്ച് ഇയാളെ നാണം കെടുത്താതെ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ചെന്ന് അവനെ പരിപാലിച്ച് അവൻ ദുഃഖിക്കുന്ന കാര്യത്തിൽ ഓർത്ത് അവനെ ആശ്വസിപ്പിച്ച് അവനെ നേർവഴിക്ക് നടത്തും. അതാണ് സ്നേഹമുള്ള ഒരു വ്യക്തി ചെയ്യുന്നത്. സ്നേഹമുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ
ശുശ്രൂഷ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത തവണ അതെപ്പോഴാണെന്ന് ഞാൻ പറയുന്നില്ല, ദൈവം കൊണ്ടുവരുന്ന സമയത്ത് 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം മുതൽ ഉള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത തവണ ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.